അമേരിക്കയുടെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് CNN ചോർത്തിയിരിക്കുകയാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ രഹസ്യരേഖകൾ, ടോപ്പ് സീക്രറ്റ് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ CNN കിട്ടിയിരിക്കുന്നു. അത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇറാന് അമേരിക്കൻ മാധ്യമങ്ങളിലോ അതോ ലോക മാധ്യമങ്ങളിലോ പറയുന്നത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഫോർഡോയിലും ഇസ്ഫഹാനിലും നത്താൻസിലും ഇവർ B2 സ്പിരിറ്റ് ബോംബ് വെച്ച് GBU 57 ബോംബുകൾ വർഷിച്ചെങ്കിലും പറഞ്ഞത്ര ഒരു ഷോ കാണിക്കലല്ലാതെ അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. സെൻട്രിഫ്യൂഗുകളും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അവർക്ക് ഒരു ഫൈറ്റർ ജെറ്റ് ഇല്ല, അവർക്ക് 80 ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അത് 1979 മുമ്പ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ F-14 ആണുള്ളത്. ഇനി അവരുടെ ഭരണശിരാ കേന്ദ്രം ഖമേനി ഒഴിച്ച് 86 വയസ്സുള്ള ഖമേനിനെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ പട്ടാള മേധാവിമാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇസ്രായേൽ വകവരുത്തി. ഒപ്പം എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കാതലായ കോട്ടം വരുത്തി. എന്നാലും അവിടെ നിന്നും തിരിച്ച് കയറിപ്പോരാം എന്നുള്ളൊരു സ്ഥിതിയാണ്. ഇനി എന്താണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ ഇന്ന് അനലിസ്റ്റുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പം എന്താണ് ഇനി ഉള്ള ഭാവിയിലുള്ള? വിക്ടർ ഭായ് നമസ്കാരം. അതായത് അർദ്ധരാത്രി ഇനിയും കടന്നു പോയിട്ടില്ല ഇറാനിൽ. അപ്പോൾ ഇറാനിൽ ഇന്നിപ്പം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി അല്ലേ. പക്ഷെ അവിടെ ഇപ്പോഴും പൊട്ടലും ചീറ്റലും നടക്കുകയാണ് ഇറാനിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടലും ചീറ്റലിനെ കാരണക്കാർ ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിലെ ആൾക്കാർ അവിടെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനിയും പക്ഷേ അവിടുന്ന് മറ്റേ ഫൈറ്റർ ജെറ്റ് വരില്ല, F-35 വന്നൊന്നും വരില്ല. ഇസ്രായേൽ പറയും ഞങ്ങളുടെ ജെറ്റെല്ലാം ഇവിടെ തന്നെയുണ്ട്, പക്ഷെ അവിടെ പൊട്ടിക്കൊണ്ടേയിരിക്കും, ഇനിയും പൊട്ടും. കാരണം ഇറാനകത്ത് തന്നെ ഇസ്രായേലിന് ഏജന്റുമാരുണ്ട്. ഓക്കെ, ഇറാനിനെ ഇനി ഇതുപോലെ ഒരു കാരണവശാലും ഇസ്രായേൽ വിടില്ല, വളരാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും. ഇപ്പോൾ ഒരു പിടിയുണ്ട്, ഈ പിടിയിൽ നിന്ന് ഇനി ഇസ്രായേലിൻ്റെ പിടിയിൽ തന്നെയായിരിക്കും. ഓക്കെ, ഹമാസും ഹൂതികളെയും പോലെ തന്നെ ആയി തീരുമോന്ന് കണ്ടിരുന്ന് കാണാം. പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നു പറയുന്നത് ഇനി അവർ റെവല്യൂഷണറി ഗാർഡ് ഇനി ഗ്രിപ്പ് ഏറ്റെടുക്കും. ഇനി പറയുന്ന ഈ ഒരു സുപ്രീം ലീഡർ, കാരണം ഇപ്പോൾ ഏകദേശം 10-30 പേര് വരിന്ന് പോയി അല്ലെ ടോപ്പിൽ നിന്ന്, ഇനി ആരുമില്ല. IRGC അവിടെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഈ കഴിഞ്ഞ 12 ദിവസം ആരൊക്കെ സഹായിച്ചു എന്ന് കണ്ടെത്തലാണ് അവരുടെ നെക്സ്റ്റ് ചുമതല. പറയുന്നത് ഈ നാട് വിട്ടുപോയ ജനങ്ങളുടെ ഫോണുകളൊക്കെ അവർ തപ്പിപ്പിടിച്ച് നോക്കുകയാണ് ആരാണ് വിവരങ്ങൾ പാസ് ചെയ്തതെന്ന്. അതായത് ചെക്ക് പോസ്റ്റുകളിൽ കൂടെ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് രാജ്യത്തിനകത്തെ ചാരന്മാരെ കണ്ടെത്തുക എന്നുള്ള IRGCയുടെ ഏറ്റവും വലിയ ദൗത്യം. അതുമായി അവർ മുന്നോട്ട് പോകണം. മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ഗ്രിപ്പ് കിട്ടിയേ പറ്റൂ. ഇപ്പൊ അവർ ഗ്രിപ്പില്ല, അവർ ആകാശം കംപ്ലീറ്റ്ലി ഇസ്രായേലിന് സ്വന്തമാണ്. ഇനി ഭൂമിയും കൂടി കരയും കൂടി സ്വന്തമായി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. IRGC തീർച്ചയായിട്ടും പിടിമുറുക്കുന്നതായിരിക്കും. പിടി ജനങ്ങളുടെ മേലും നല്ല പോലെ പിടിമുറുക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ അവിടെ അപ്രൈസിംഗ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ പറയുന്ന IRGCക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പൊട്ടിപ്പുറപ്പാടുകൾക്ക് ഫണ്ട് കൊടുക്കുന്ന അമേരിക്ക ഫണ്ട് കൊടുക്കും, അതോടൊപ്പം ഇസ്രായേലും ഫണ്ട് കൊടുത്ത് ഇറാന്റെ അവസ്ഥ ഇനി എന്ന് പറയുന്നത് ഒരു ഇറാഖോ അല്ലെങ്കിൽ ഒരു ലിബിയായിട്ട് മാറും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സർക്കാരിന് പിടിമുറുക്കിയേ പറ്റൂ. ജനങ്ങൾ പിടിയടിക്കാൻ ശ്രമിക്കും. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവരെന്താ പറയുന്നത്, ഡെറ്റ് ടു അമേരിക്ക, ഡെറ്റ് ടു ഇസ്രായേൽ എന്താ പറയുന്നത്, അമേരിക്കയുടെ എല്ലാ ആണവ ബേസുകളെയും ആണവയുടെ എല്ലാ ബേസുകളെയും ആക്രമിക്കും, 45,000 പട്ടാളക്കാരെ ശവപ്പെട്ടി കയറ്റി അയക്കും, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ ഖമേനി. ഒരു മണ്ണാങ്കട്ടിലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി മറ്റേതെല്ലാം പൊട്ടിപ്പുറപ്പെടും. മറ്റേ ഈ പറഞ്ഞ ഹിജാബുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇനി മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. പലർക്കും സ്റ്റാർലിങ്ങിന്റെ മസ്കിന്റെ ഇന്റർനെറ്റ് വരെ പലരുടെയും കയ്യിലുണ്ട്, റൗട്ടറൊക്കെ കടത്തിക്കൊണ്ട് പോയിട്ട്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ശുഭകരമായിരിക്കില്ല. കാരണം ഈ ഒരു ഗ്രിപ്പിൽ നിന്ന് വിട്ടുകളയാൻ ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഏജന്റുമാർ അവിടെ
മൊത്തം മൊസാദിന്റെ ഏജന്റുമാരാണ്. ഇനി എന്തെങ്കിലും നീക്കം, ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുന്നത്, ഈ ആണവ അല്ലെ, കുറെ നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ പറയുന്നുണ്ടായിരുന്നു അമേരിക്ക വരുന്നതിന് മുമ്പ് എല്ലാം കൊണ്ടയോടെ ഒളിപ്പിച്ചു എന്ന്. ആകാശം തുറന്നിട്ടിരിക്കുകയാണ്, മൊസാദിന്റെ കഴുകന്മാര് മുകളിലും താഴെയുണ്ട്. അവരെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ മറ്റേ യുറേനിയം എല്ലാം ഇവര് വണ്ടിയിൽ കയറ്റി ട്രക്ക് ഓടിച്ച് വെളിയിൽ കൊണ്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളവര്. അതായത് അതങ്ങനെയാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇറാൻ കംപ്ലീറ്റ്ലി മൊസാദ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, കരമാർഗവും അതോടൊപ്പം തന്നെ. അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇനി അവിടെ നടക്കാൻ പോകുന്ന പറയുന്നത് ഒരു ഒളിയുദ്ധങ്ങളായിരിക്കും. ഇനിയും പൊട്ടലും ചീറ്റലും അവിടെ കാണാം. കാരണം ഇനിയും വേറെ ആക്രമണങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഇറാഖായിട്ട് മാറും. അതാണ് അമേരിക്ക അവശേഷിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ കുറച്ച് ഘടകങ്ങൾ, യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇത് വലിയൊരു യുദ്ധത്തിന് മുമ്പുള്ള ഒരു ചെറിയൊരു ശാന്തത മാത്രമാണ് നമ്മൾ കാണുന്നത്. എനിക്ക് വിയോജിപ്പില്ല, ഞാൻ പിന്നെ പറയാം. ശാന്തത മാത്രമാണ് നമ്മൾ കാണുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം, ആരാണ് ഇറാൻ്റെ പ്രസിഡന്റ്? ഖമേനിനെ ലോകമാധ്യമങ്ങൾ ഖമേനിനെ പറ്റി പറയുന്നു, അവിടെ മരണപ്പെട്ട മിലിറ്ററി മേധാവിമാരെ പറ്റി പറയുന്നു, ആണവ ശാസ്ത്രജ്ഞന്മാരെ പറ്റി പറയുന്നു, ഇൻ്റലിജൻസ് മേധാവി 10-20ഓളം 25ഓളം ആൾക്കാരെടുത്ത് കളഞ്ഞതിനെ പറ്റി. എന്നാൽ പ്രസിഡന്റ് പെസഷ്കിനെ പറ്റി ആരും ഒരു വാക്ക് പറയുന്നില്ല. പെസഷ്കിൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഖമേനിക്ക് തൊട്ട് താഴെ, ഖമേനി അവിടെ ആത്മീയ ആചാര്യനായിട്ട് ഇരിക്കുന്നു എന്നുള്ളൂ. പക്ഷെ പെസഷ്കിനെ പറ്റി ആരും ഒരു വാക്ക് പറയുന്നില്ല. അയാൾ പോലും ഇസ്രായേലിൻ്റെ ആളാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പെരുമാറ്റം. കാരണം അയാളെ ഇസ്രായേൽ കൊന്നില്ല, ഇസ്രായേൽ പെസഷ്കിനെ കൊന്നില്ല. കൊല്ലണമെങ്കിൽ കൊല്ലായിരുന്നു. ഖമേനിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ പെസഷ്കിനെ ഞാൻ അവസാനിപ്പിക്കില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ താങ്കൾ പറഞ്ഞു ഇറാൻ ഒരിക്കലും ട്രംപ് ഭരണകൂടം അതല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇറാനെ ഒരു ഇറാഖിനെ പോലെയോ, കാരണം അവിടുത്തെ ക്വാളിറ്റി ലൈഫാണ്, അവിടെ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. ഈ ഇറാനിയൻസ് എന്ന് പേർഷ്യൻസ് എന്ന് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ആൾക്കാരാണ്. 1979 50 വർഷത്തെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രമല്ല. ഖമേനി വന്നിട്ട് ഒരു ഈ സാത്താനിക പൈശാചിക വിശ്വാസം അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതിന് അതിനു മുമ്പ് വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഇറാൻ. ഇറാൻ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. ഇറാഖിനെ പോലെയോ അതല്ലെങ്കിൽ ആരാണ് ഇതെന്ന് പറയട്ടെ, ഈ സുന്നി വഹാബിസ്റ്റ് ശക്തികളാണ് തീവ്രവാദത്തിനും എല്ലാത്തിനും. അവരെയൊക്കെ അമേരിക്ക കോളനിയാക്കി കളഞ്ഞു. സൗദി അറേബ്യ, കുവൈറ്റ്, UAE അത് അമേരിക്കയുടെ കോളനികളാണ്. അവിടെ ഇനി ഒരു 5 പൈസ തീവ്രവാദത്തിന് നമ്മുടെ കേരളത്തിലെ സുഡുക്കൾക്ക് കുറേ മുമ്പ് കിട്ടിയിരുന്നു. ഇനി 5 പൈസ ഈ സുന്നികളുടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദത്തിന് വേണ്ടി പോവില്ല. തന്നെയല്ല, അപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും. അവിടെ അമേരിക്കയുടെ മിലിറ്ററി ഉണ്ട്. വ്യക്തമായിട്ട് അവര് ഇതിന്റെ അണ്ടറിലാണ് ഇവര് ജീവിക്കുന്നത്. ഒപ്പം ഇറാൻ ഒരിക്കലും ഒരു അരക്ഷിത, കാരണം അവിടുത്തെ ജനങ്ങൾ സിവിലൈസ്ഡ് ആണ്, ഷീകളാണ്, സിവിലൈസ്ഡ് ആണ്. അപ്പൊ തീവ്രവാദം ഈ ഖമേനി പോയി കഴിഞ്ഞാൽ അവിടെ അത്ര വലിയൊരു തീവ്രവാദം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് സാറ് പറയുന്നത്. ഖമേനി എന്നുള്ള കൃമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് സാറ് പറയുന്നത്. അവിടുത്തെ അദ്ദേഹമാണ് കഴിഞ്ഞ 50 വർഷം 46-50 വർഷം. അതായത് വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഈ പറയുന്ന അവിടെ ഒരു മുന്നോട്ട് വരവ് സാധിക്കില്ല. ഈ പറയുന്ന കമീനി അല്ലെങ്കിൽ അടുത്തൊരു കമീനി വരുന്നതായിരിക്കും അവിടെ. ഇത് വീണ്ടും മതഭ്രാന്തി പിടിച്ച് സുന്ദരമായ ജനതയെ മതഭ്രാന്തി കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതിനെ നിന്ദിച്ചുകൊണ്ട് ജനങ്ങൾ പുറത്തു വരും. ഇതൊരു കൃമി മാത്രം വരുത്തി വെച്ചൊരു വിനയാണിത്. ഓക്കെ, ഈ വിന എത്ര പെട്ടെന്നൊന്നും പോകാൻ പോകുന്നില്ല. ഇപ്പം മറ്റുള്ള ഇപ്പം എന്താ പറയുക, ഇതിനും നല്ല സംസ്കാരം വരുന്നില്ല. സിറിയയുടെ അവസ്ഥ എന്താ അല്ലേ? ഇതിലല്ലേ ലെബനനിലെ അവസ്ഥ എന്താണ്? സിറിയയിലും ലെബനനിലും അവസ്ഥ മുന്നേ ലെബനനിലാണ് ഹെസ്ബുള്ള വന്നു, നസ്രള്ള വന്നു. ഞാൻ ചോദിച്ചാൽ അവരുടെയൊക്കെ സംസ്കാരം 80-90 എന്തായിരുന്നു? ക്രിസ്ത്യൻ സംസ്കാരം ആയിരുന്നില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് സംസ്കാരം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വെച്ചാല് അവിടെയുള്ള അവരാരാണോ അവർ ഭരിക്കുന്നത് ആ നേതാക്കന്മാരെ എന്താ പറയുന്നത്, അത് നാട്ടിൽ കുട്ടിച്ചോറാക്കും. അല്ല, ഇറാൻ ആ ഒരു ഇതിലേക്കാണ് തിരിച്ചു വരുന്നത്. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ സിവിലൈസ്ഡ് സമൂഹം എന്ന ഇതിലേക്കാണ് ഇറാനിലും വന്നുകൊണ്ടിരിക്കുന്ന ആധ്യാത്മികവും സാമൂഹികമായ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റമാണ് ഇന്ന് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖമേനി ഒരു വ്യക്തി, 56 വയസ്സായ ഒരു വ്യക്തി തന്നെയല്ല, അദ്ദേഹത്തിന്റെ മകനെ പോലും അദ്ദേഹം പിന്തുടർച്ചാവകാശിയായിട്ട് കൊണ്ടുവരുന്നില്ല. അവിടെ മാറ്റം വന്നു കഴിഞ്ഞു. അതായത് ട്രംപ് ആഗ്രഹിക്കുന്നതും ഇസ്രായേൽ ആഗ്രഹിക്കുന്നതും, നിങ്ങളുടെ ആയുധം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും സ്ഥിരതയുള്ള സർക്കാരാണ് അമേരിക്കയും ഇസ്രായേലും അവിടെ ആഗ്രഹിക്കുന്നത്. അതാണ് അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും, ഈ അറബികളുടെ മുഴുവനും അച്ചടക്കത്തിലും അവിടെ നിന്ന് 5 പൈസ അവരിൽ കോടിക്കണക്കിന് രൂപയാണ് എണ്ണ വിറ്റ പൈസ.
5 പൈസ തീവ്രവാദത്തിന് പോവില്ല. ഞാനൊരു കാര്യം പറഞ്ഞു ഡോക്ടർ ഭായ്, അതായത് ബോംബുകൾ കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് ആദ്യ ദിവസങ്ങളിൽ അതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഇറാന്റെ ആകാശം ഓപ്പൺ ആണെന്ന്. വേണമെങ്കിൽ കാർപ്പറ്റ് ബോംബിങ് ചെയ്യാതിരിക്കുന്നത് ജനങ്ങൾക്ക് നാശനഷ്ടം, മനുഷ്യരുടെ ജീവന്. അവർ തിരിച്ചായിരുന്നെങ്കിൽ അവർ ചെയ്തേനെ, കഴിവുണ്ടെങ്കിൽ. അവർക്ക് ദൈവം കഴിവ് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. വേണമെങ്കിൽ അമേരിക്കയും ഇസ്രായേലിന് കാർപ്പറ്റ് ബോംബ് ചെയ്യാം, കാർപ്പറ്റ് ബോംബ് കടകടകടാന്ന് അടിക്കാം. അടിക്കാതിരിക്കുന്നത് മാനുഷിക പരിഗണനയാണ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വിശ്വാസ പ്രമാണം അങ്ങനെയല്ല. കാഫിറാണെങ്കിൽ കൊന്നോളാം എന്നുള്ള വിശ്വാസമാണ്, അന്യമതത്തിനാണ് കൊന്നോളാം എന്നുള്ള വിശ്വാസമാണ്. അതിലേക്ക് നമ്മൾ തീർച്ചയായും കിടക്കുന്നതായിരിക്കും. ഇപ്പൊ പറഞ്ഞു വരുന്ന വെച്ച്, അതായത് ഇനി ഇറാന്റെ അങ്ങോട്ടൊരു ഭാവി ശോഭനമല്ല എന്നുള്ളത് ഞാൻ പറയുന്നു. കാരണം എന്താ പറയുന്നത്, ഇതിനെ ശോഭനമാക്കാൻ അവര് സമ്മതിക്കില്ല. എവിടെയുള്ളവർ IRG സമ്മതിക്കാൻ പോകുന്നില്ല. IRGCയുടെ അധികാരം വിട്ടുമാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെസഷ്കൻ എവിടെ പോയി, അതിന്റെ ഉള്ളിൽ ഡെവലപ്പ്. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു മൊസാദാണ് അവിടെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവിടെ ഇഷ്ടം പോലെ മൊസാദിന്റെയും ഇതിന്റെയൊക്കെ ആൾക്കാർ. നോർത്ത് കൊറിയ ആണെങ്കിൽ ഒരു പക്ഷെ താങ്കൾക്ക് ഇടിച്ചു കയറാൻ പറ്റില്ല. ഭയങ്കര സ്ക്രൂട്ടനൈസ് ചെയ്ത് കൊറിയക്കാരനല്ലാത്തവനെ കണ്ടാൽ പിടിക്കാം. പക്ഷെ ഇറാനിൽ നിനക്ക് സ്നീക്കിൻ ചെയ്യാം, നുഴഞ്ഞു കയറാം. ആ നുഴഞ്ഞു കയറിയതാണ് ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. പക്ഷെ നോർത്ത് കൊറിയ പോലൊരു രാജ്യത്ത് നിങ്ങൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ല, നിങ്ങളെ പിടിക്കപ്പെടും. ഇറാനിൽ നുഴഞ്ഞു കയറാൻ എളുപ്പമാണ്. തന്നെയല്ല, വേറൊരു കാര്യം ഞാനിപ്പോ വേറൊരു പോയിന്റ് സൂചിപ്പിച്ചത്, ഇത് വലിയൊരു യുദ്ധത്തിന് മുമ്പുള്ള ശാന്തതയായിരിക്കാം. അടുത്തത് നമുക്കറിയാൻ സാധിച്ചത് ചിലപ്പോൾ റഷ്യയും ടർക്കിയും നോർത്ത് കൊറിയയൊക്കെ ഇതിൽ ഇടപെട്ടു എന്ന് വരാം. എവിടെയാ ചെന്ന് നിൽക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു കാര്യം വ്യക്തം, നോർത്ത് കൊറിയ, ചൈന ഇവർക്ക് വളരെ ക്ലിയർ കട്ട് മെസ്സേജ് 4 പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണ്. 4 പേരെ മീറ്റിംഗ്. ട്രംപ്, JD വാൻസ്, പീറ്റ് ഹെഗ്സെത്ത്, പിന്നെ മാർക്കോ റൂബിയോ, 4 പേര്. ഈ 4 പേര് വളരെ ക്ലിയർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്, 6000 മൈല് ഒരു മനുഷ്യനറിയാതെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു 1000 മൈൽ കൂട്ടി വിടാം. എവിടേക്ക് വേണമെങ്കിലും, ചൈനയിൽ പോവാം, നോർത്ത് കൊറിയയിൽ പോവാം. തകർക്കാൻ പറ്റില്ല. ഇതൊരു പുതിയൊരു അമേരിക്കയാണ്. ഓക്കെ, ഈ അമേരിക്ക എന്ന് പറയുന്നത് അതായത് മറ്റുള്ള അമേരിക്ക പോലെ അല്ല. ഈ അമേരിക്ക എന്ന് പറയുന്നത് കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിച്ചവരാ ഇവർ 4 എണ്ണം. വലിയ പുലികളാ. ഇവന്മാർ പറയുന്ന പോലെ ആയിരിക്കും ലോകം അടുത്ത ഒരു 10-15 വർഷം സഞ്ചരിക്കണം. ഞാൻ ഇന്നേ വാക്ക് പറയാ, ഞാൻ നല്ലതായിരിക്കും, എല്ലാ രാജ്യവും നല്ലതായിരിക്കില്ല. പക്ഷേ ഇവന്മാർ 4 ഭയങ്കര ഡേഞ്ചറാണ്. ഈ 4 പേരും ഇവന്മാർ അങ്ങനെ ഒരു ഡേഞ്ചർ അല്ല. അവർക്ക് അമേരിക്കയുടെ അപ്രമാദിത്വം വിട്ടുകളയാൻ തയ്യാറല്ല എന്നേ ഉള്ളൂ അവര്. അമേരിക്കയുടെ ലോകത്തിലെ ലീഡർഷിപ്പ്. ഇന്ത്യയിലെ പോളിസി, ശ്രീമത് നരേന്ദ്രമോദിയുടെ പോളിസി എന്താണ്? ഹിന്ദുത്വ അജണ്ട അല്ലേ? അതായത് മോശം എന്നും കരുതി മൈനോറിറ്റിക്ക് ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലേ. ക്രിസ്ത്യൻസിനും കുഴപ്പമില്ല, മുസ്ലിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹിന്ദുത്വ അജണ്ടയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹിന്ദു വോട്ട് ബാങ്ക്, സെയിം വോട്ട് ബാങ്ക് ആണ് ഈ പറഞ്ഞ ഇവിടെയും പ്രവർത്തിക്കുന്നത്. വെള്ളക്കാരുടെ അജണ്ട. ട്രംപ് വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇനി ഇടം വല്ല നോക്കാനില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആരുമല്ല. 4 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞാൽ ആരുമല്ല. അതിന്റെ മേലെ അദ്ദേഹം കടിച്ച് തൂങ്ങാൻ നോക്കി കഴിഞ്ഞാല് മിലിറ്ററിയോ സ്പീക്കറോ ജുഡീഷ്യറിയോ വന്നിട്ട് അയാൾ എടുത്ത് കാട്ടിക്കളയും. ഞാൻ ഒറ്റ ചോദ്യം, അതാണ് ജനാധിപത്യം. 2024 അദ്ദേഹത്തിന് അജണ്ട എന്തായിരുന്നു? വെള്ളക്കാരായിരുന്നില്ലേ? ചോദ്യം വളരെ സിമ്പിൾ ആണ്. വിചാരിച്ച അദ്ദേഹം സൗദി രാജാവൊന്നും ആവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ സി ജിൻപിങ് അതൊന്നും അമേരിക്കയിൽ നടക്കാൻ പോകുന്നില്ല. 2 വട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് നിയമം. പക്ഷെ വെള്ളക്കാരാണോ അദ്ദേഹം ആർക്ക് വേണ്ടി നിലകൊള്ളുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം അല്ല. അദ്ദേഹം അവര് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മൂച്ച കീച്ച രാഷ്ട്രീയക്കാരുടെ പോലെ വെള്ളക്കാരെ അയാൾ സുഖിപ്പിക്കാനൊന്നും നടക്കുന്നില്ല. അയാൾക്ക് അയാളുടെ ഒരു ധാരണയുടെ അനുസരിച്ച് ആള് പോവുള്ളൂ. നിങ്ങൾ സുഖിച്ചോ സുഖിച്ചില്ലേ, അയാളുടെ ഇതനുസരിച്ച് ആള് വായും തോർക്കും, പറയും ചെയ്യും. പക്ഷെ ഒരു കാര്യം സമ്മതിക്കേണ്ടത്, അയാള് യുദ്ധക്കുതിയനല്ല. ഒരിക്കലും യുദ്ധക്കുതിയനല്ല. താങ്ക് യു. നല്ല മനസ്സിലാക്കി. വീണ്ടും